ഹലോ എവരി വൺ. നമ്മുടെ ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. സോ വളരെ ഈസി ആയിട്ട് പഠിച്ചു തീർക്കാവുന്ന, വളരെ കുറച്ച് കണ്ടന്റ് മാത്രമുള്ള, ചെറിയ പോയിന്റ്സ് മാത്രം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ചാപ്റ്റർ ആണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന പോയിന്റ്സ് കൃത്യമായി പഠിച്ചു വെച്ചോളൂ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ തുടങ്ങിയാലോ? ഈ ചാപ്റ്ററിൽ നമുക്കറിയാം സെല്ലിന്റെ ഡിവിഷനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് രണ്ട് സ്റ്റേജുകളിലൂടെയാണ്. ആദ്യത്തെ ഫേസിന് നമ്മൾ വിളിക്കുന്ന പേര് ഇന്റർഫേസ് എന്ന് വിളിക്കും. ഇന്റർഫേസ് കഴിഞ്ഞാൽ നേരെ അത് കിടക്കുന്നത് എം ഫേസിലേക്കാണ്. അപ്പോൾ ഇന്റർഫേസും എം ഫേസും ചേരുമ്പോൾ ഒരു സെൽ സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നു. ഇന്റർഫേസ് എന്ന് വെച്ചാൽ സെല്ല് ജനിച്ച് വളരുന്ന സമയത്തെയാണ് ഇന്റർഫേസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ആ സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്തെയാണ് എം ഫേസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഇന്റർഫേസിനെ 3 സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. G1 ഫേസ്, G1 ഫേസ്, S ഫേസ് ആൻഡ് G2 ഫേസ്. അപ്പോൾ മറക്കരുത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ആദ്യത്തെ ഫേസ് G1 ഫേസ്, അതിൽ നിന്നും S ഫേസ്, then G2 ഫേസ്, അത് കഴിഞ്ഞാണ് അത് എം ഫേസിലേക്ക് കടക്കുന്നത്. ഇത്രയും ആദ്യത്തെ 3 എണ്ണത്തെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്റർഫേസിനകത്ത് വരുന്നത് G1 ഫേസ്, S ഫേസ് ആൻഡ് G2 ഫേസ്. എന്തൊക്കെയാണ് ഈ ഫേസുകളിൽ സംഭവിക്കുന്നത്? G1 ഫേസ്, ഫസ്റ്റ് ഗ്യാപ്പ് ഫേസ് എന്നാണ് എന്റെ ഫുൾ ഫോം. അവിടെ വെച്ച് നമ്മുടെ കുഞ്ഞു സെല്ല് വളർന്ന് വലുതാകുന്ന സമയത്തെയാണ് G1 ഫേസ് എന്ന് വിളിക്കുന്നത്. വളരെയധികം നീണ്ടു നിൽക്കുന്ന ഒരു ഫേസ് കൂടിയാണ് G1 ഫേസ് എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്വന്തം S ഫേസ് എന്ന് പറയുന്നത്. S ഫേസ് എന്ന് വെച്ചാൽ സിന്തസിസ് ഫേസ് എന്നാണ്. എന്തോ ഒരു സാധനം അവിടെ നമ്മൾ സിന്തസൈസ് ചെയ്യുന്നുണ്ട് അല്ലെ, പുതിയൊരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആരെയാണെന്ന് അറിയാമോ? DNA. സോ DNA സിന്തസിസ് നടക്കുന്നത് S ഫേസിലാണ്. മറക്കരുത്, സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. DNA സിന്തസിസ് നടക്കുന്ന ഫേസ് S ഫേസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഗ്യാപ്പ് ഫേസ് ആയിട്ടുള്ള G2 ഫേസിലേക്ക് കിടക്കുന്നത്. G2 ഫേസിലാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. മറക്കരുത്, പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന ഫേസ് G2 ഫേസ് ആണ്. അവിടെ നിന്ന് എം ഫേസ്, അതായത് സെല്ലിന്റെ കറക്റ്റ് ഡിവിഷൻ മൈറ്റോട്ടിക് ഫേസിലേക്ക് അത് കടക്കുന്നു. ഇനി ചില സെല്ലുകൾ ഡിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കടക്കാതെ മതി, ഞാൻ ഇനി ഡിവിഷൻ ഒന്നും ചെയ്യുന്നില്ല, ഒരു പെർമനന്റ് ജോലിയൊക്കെ ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കാമെന്ന് തീരുമാനിക്കുകയാണ് എങ്കിൽ G1 ഫേസിൽ നിന്നും അത് നേരെ കിടക്കുന്നത് G0 ഫേസിലേക്കായിരിക്കും. ക്വസന്റ് സ്റ്റേജ് എന്നാണ് G0 സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ G0 ഫേസിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യില്ല? ഡിവൈഡ് ചെയ്യില്ല. അപ്പൊ നോൺ ഡിവൈഡിങ് സെല്ലുകൾ എൻ്റർ ചെയ്യുന്ന ഫേസ് ആണ് G0 ഫേസ് അഥവാ ക്വസന്റ് സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഡിവൈഡ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചല്ലേ പഠിക്കുന്നത്. അപ്പൊ ഡിവൈഡ് ചെയ്യുന്ന ആള് G1 നിന്നും എസിലേക്കായിരിക്കും പോകുന്നത്, എസിൽ നിന്നും G2ലേക്കായിരിക്കും പോകുന്നത്, G2 നിന്നും എം ഫേസിലേക്കായിരിക്കും പോകുന്നത്. എം ഫേസ് ആണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. എം ഫേസ് എന്ന് പറഞ്ഞാൽ അതിന് 2 സ്റ്റേജുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യം ന്യൂക്ലിയസ് 2 ആകുന്നു, പിന്നെ സെല്ല് 2 ആകുന്നു. ന്യൂക്ലിയസ് 2 ആകുന്നതിനെ കാരിയോകൈനസിസ് എന്നും സെല്ല് 2 ആകുന്നതിനെ സൈറ്റോകൈനസിസ് എന്നുമാണ് വിളിക്കുന്നത്. സൈറ്റോപ്ലാസം 2 ആകുന്നതാണ് സൈറ്റോകൈനസിസ്. അപ്പൊ ആദ്യം കാരിയോകൈനസിസ്, അതായത് ന്യൂക്ലിയസ് 2 ആകുന്നു. ന്യൂക്ലിയസ് 2 ആകുന്നത് 2 രീതിയിൽ നടക്കും. ഒന്ന് മൈറ്റോസിസ്, രണ്ടാമത്തത് മിയോസിസ്. മൈറ്റോസിസ് നടക്കുന്നത് നമ്മൾ സാധാരണ ബോഡി സെല്ലുകൾ അഥവാ വെജിറ്റേറ്റീവ് സെല്ലുകൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ സൊമാറ്റിക് സെല്ലുകൾ എന്ന് വിളിക്കും. നമ്മൾ സാധാരണ ബോഡി സെല്ലുകളിലാണ് മൈറ്റോസിസ് സംഭവിക്കുന്നത്. എന്നാൽ മിയോസിസോ അത് സെക്സ് സെല്ലുകൾ അഥവാ ഗമേറ്റിക് സെല്ലുകളിൽ മാത്രം, ഓവത്തിന്റെയും സ്പേമിന്റെയും പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ആരെ കുറിച്ച് പഠിക്കാം? മൈറ്റോസിസിനെ കുറിച്ച് പഠിക്കാം. മൈറ്റോസിസ് 4 സ്റ്റേജുകളായിട്ടാണ് നടക്കുന്നത്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. മറക്കണ്ട, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇങ്ങനെ 4 സ്റ്റേജുകളായിട്ടാണ് മൈറ്റോസിസ് നടക്കുന്നത്. മൈറ്റോസിസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രോഫേസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സെല്ലിനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ഇങ്ങനെ കാണപ്പെടും അല്ലെ. ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് എല്ലാം കണ്ടൻസ് ചെയ്ത് ക്രോമസോം ആയിട്ട് മാറും ഈ പറയുന്ന പ്രോഫേസ് സ്റ്റേജിൽ. അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതുപോലെ നമ്മുടെ ന്യൂക്ലിയസിന്റെ എൻവലപ്പ് എല്ലാം ഡിസപ്പിയർ ചെയ്യപ്പെടും. അപ്പൊ അതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ എന്ത് മാത്രം കാണാം? ക്രൊമാറ്റിൻ ഫൈബേഴ്സ് മാത്രം കാണാം. പക്ഷെ ആ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് എല്ലാം ഇപ്പൊ എന്തായിട്ട് മാറി? കണ്ടൻസ് ചെയ്ത് കൂടിച്ചേർന്ന് എന്തായിട്ട് മാറി? ഇറ്റ് ബിക്കംസ് ക്രോമസോംസ്. ഇപ്പൊ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ കുറെ ക്രോമസോംസ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്ത സ്റ്റേജ് ആണ് മെറ്റാഫേസ്. ഈ മെറ്റാഫേസ് സ്റ്റേജിൽ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ക്രോമസോമുകളെല്ലാം തന്നെ നടുക്ക് വന്ന് അനുസരണമുള്ള കുട്ടികളെ പോലെ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പൊ ക്രോമസോംസ് നടുക്ക് വന്ന് ഇങ്ങനെ അലൈൻ ചെയ്യും. ആ ക്രോമസോംസ് നടുക്ക് വന്ന് അലൈൻ ചെയ്യുന്ന ഈ സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റാഫേസ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ഈ നടുക്ക് എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഇക്വിറ്റോറിയൽ പ്ലേറ്റ് എന്ന് പറയും. അപ്പൊ ഇക്വിറ്റോറിയൽ പ്ലേറ്റ് എന്ന് വെച്ചാൽ നടുക്ക്, ആ നടുക്കുള്ള സ്ഥലത്ത് ഇക്വിറ്റോർ എന്നൊക്കെ പറയുന്ന നടുക്കല്ലേ. അപ്പൊ ആ ഇക്വിറ്റോറിയൽ പ്ലേറ്റിൽ വന്ന് ഇങ്ങനെ അലൈൻ ചെയ്ത് അനുസരണമുള്ള മക്കളെ പോലെ വന്ന് നിൽക്കും.
അപ്പൊ ആ സമയത്ത് നമുക്കറിയാം ഇവിടെ കൈനറ്റോകോർസ് ഉണ്ട് അല്ലെ. ഈ കൈനറ്റോകോർസിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. അപ്പോൾ കൈനറ്റോകോർസിലേക്ക് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നതും ഈ മെറ്റാഫേസ് സ്റ്റേജിലേക്കാണ്. ഓക്കെ, ഇനി അടുത്തതാണ് അനാഫേസ്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ക്രോമസോമിന്റെ കൈനറ്റോകോറിൽ എന്ത് വന്ന് അറ്റാച്ച് ചെയ്തു, ഈ പറയുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്തു. ഇത് അറ്റാച്ച് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചിങ്ങനെ കൊണ്ടുപോകും. അപ്പൊ നടുക്കിരിക്കുന്ന സെൻട്രോമിയർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ക്രോമസോംസ് രണ്ടായി മാറി, രണ്ടായി മുറിഞ്ഞു മാറി അത് ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കുമായിട്ട് പോകും. അപ്പൊ അങ്ങനെ ക്രോമസോംസ് രണ്ടായിട്ട് രണ്ട് പോളുകളിലേക്ക്, രണ്ട് എൻഡുകളിലേക്ക് മൂവ് ചെയ്യുന്ന സ്റ്റേജിനെയാണ് നമ്മൾ അനാഫേസ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് ക്രോമസോംസ് രണ്ട് സൈഡുകളിലേക്ക് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് ടിലോഫേസ് സ്റ്റേജ്. ടിലോഫേസ് സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ക്രോമസോംസ് കുറെ പേര്, പകുതി പേര് മുകളിലും പകുതി പേര് താഴെയുമായി അല്ലെ. അപ്പൊ മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് ചുറ്റും ന്യൂക്ലിയർ എൻവലപ്പ് ഡെവലപ്പ് ചെയ്യും, താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് ചുറ്റും ന്യൂക്ലിയർ എൻവലപ്പ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ അത് രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഇങ്ങനെയാണ് നമ്മുടെ ടിലോഫേസിൽ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. അതിനുശേഷം കാണാതായ കുറെ ആൾക്കാരുണ്ട് അല്ലെ, ന്യൂക്ലിയോലസ്, അതുപോലെ ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇതൊക്കെ പിന്നീട് റീഫോം ചെയ്യും. ഇപ്പോൾ അത് രണ്ട് ന്യൂക്ലിയസ് ഇങ്ങനെ ഒരു സൈഡിൽ മുകളിലൊന്ന് താഴെ ഒന്നുള്ള രീതിക്കായി. ഇനി നമ്മുടെ ന്യൂക്ലിയസ് രണ്ടായി. ഇനി ഏത് രണ്ടാകണം, സെല്ല് രണ്ടാകണം. അതായത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജാണ് സൈറ്റോകൈനസിസ്. ഈ സൈറ്റോകൈനസിസ് അനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും രണ്ട് രീതിയിലാണ് നടക്കുന്നത്. അനിമൽ സെല്ലിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ, അനിമൽ സെല്ലിലാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഫറോ ഫോം ചെയ്യും. ഇങ്ങനെ ഫറോ ഫോം ചെയ്തിട്ട് ഇത് രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അത് കൂട്ടിമുട്ടുമ്പോൾ അത് രണ്ട് സെല്ലായിട്ട് മാറുന്നു. എന്നാൽ നമ്മുടെ പ്ലാന്റ് സെല്ലിലാണെങ്കിൽ നടുക്കൊരു സെൽ പ്ലേറ്റ് ഫോം ചെയ്യും. ആ സെൽ പ്ലേറ്റ് സൈഡുകളിലേക്ക് വളർന്നാണ് ആ സെല്ല് രണ്ടായിട്ട് മാറുന്നത്. കാരണം പ്ലാന്റ് സെല്ലിൽ സെൽ വാൾ കൂടി ഉള്ളതുകൊണ്ട് ഡിവിഷൻ അല്പം പ്രശ്നമാണ്, ഇത്തിരി പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയാണ് മിഡിൽ ലാമിലേക്ക് ഫോം ചെയ്തിട്ടാണ് ഈ പറയുന്ന സെൽ പ്ലേറ്റ് ഗ്രോ ചെയ്തിട്ടാണ് ഈ പറയുന്ന ഒരു സെല്ല് രണ്ട് സെല്ലായിട്ട് മാറുന്നത്. അപ്പൊ ഫറോ ഫോം ചെയ്യുന്നത് അനിമൽ സെല്ലിലും സെൽ പ്ലേറ്റ് വഴി രണ്ടാകുന്നത് പ്ലാന്റ് സെല്ലിലുമാണ് ഓർത്തിരിക്കുക. ഇങ്ങനെയാണ് സൈറ്റോകൈനസിസ് നടക്കുന്നത്. എന്നാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. മിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, മൈറ്റോസിന് വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് മൈറ്റോസിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്രോമസോം നമ്പർ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അതായത് ഒരു മൈറ്റോസിസ്, മൈറ്റോസിസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു മൈറ്റോസിസ് വഴി രണ്ട് സെല്ലുകളാണ് ഉണ്ടാകുന്നത് അല്ലെ. ഈ രണ്ട് സെല്ലുകളുടെ ക്രോമസോം നമ്പർ സെയിം ആയിരിക്കും. അതായത് ഇവിടെ 46 ക്രോമസോംസ് ആണെങ്കിൽ ഉണ്ടാകുന്ന ഡോട്ടർ സെല്ലുകളിലും 46 ക്രോമസോംസ് തന്നെയായിരിക്കും. അപ്പൊ ക്രോമസോമിന്റെ എണ്ണയിൽ ഒരു രീതിയിലുള്ള വ്യത്യാസമില്ല. ഇറ്റ് ഇസ് സെയിം, ഡിറ്റോ. എങ്ങനെയാണോ പാരന്റ് അങ്ങനെ തന്നെയാണ് ഡോട്ടർ. സോ ഡോട്ടർ സെൽസും അതുപോലെ പാരന്റ് സെൽസും ഒരുപോലെ ക്രോമസോം നമ്പർ ആയതുകൊണ്ട് മൈറ്റോസിന് ഒരു ഇരട്ട പേര് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇക്വേഷണൽ ഡിവിഷൻ. ഇതിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് കൂടി നമ്മൾ വിളിക്കുന്നുണ്ട്. അതായത് ഈക്വൽ നമ്പർ, ഒരു വ്യത്യാസവും ഇല്ല എന്ന അർത്ഥത്തിലാണ് ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗമേറ്റിക് സെല്ലുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള സെക്സ് സെല്ലുകളിൽ നടക്കുന്ന മിയോസിസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിവിഷൻ. ഈ മിയോസിസ് വലിയൊരു ഡിവിഷൻ ആയതുകൊണ്ട് രണ്ട് സ്റ്റേജുകളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. മിയോസിസ് 1 എന്നും മിയോസിസ് 2 എന്നും. മിയോസിസ് 1-നകത്ത് നടക്കുന്നത് പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടിലോഫേസ് 1 എന്നീ 4 സ്റ്റേജുകളാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്രോഫേസ് 1. അതൊരു വലിയ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അതിനെ വീണ്ടും നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ലെപ്റ്റോട്ടിൻ സ്റ്റേജ്, സൈഗോട്ടിൻ സ്റ്റേജ്, പാക്കറ്റിൻ സ്റ്റേജ്, ഡിപ്ലോട്ടിൻ സ്റ്റേജ് ആൻഡ് ഡയാകൈനസിസ്. ഇത് നടന്നു കഴിഞ്ഞാൽ, ഈ സ്റ്റേജുകളെല്ലാം നടന്നു കഴിഞ്ഞാൽ അടുത്ത മിയോസിസ് 2 ആണ്. മിയോസിസ് 2 എന്ന് പറയുന്നതിലും വീണ്ടും 4 സ്റ്റേജുകളുണ്ട്. പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2 ആൻഡ് ടിലോഫേസ് 2. ഈ പറയുന്ന മിയോസിസ് 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വലന്റ് ടു മൈറ്റോസിസ് ആണ്. അവിടെ സാധാരണ മൈറ്റോസിസിൽ എന്താണ് സംഭവിക്കുന്നത് അത് തന്നെയാണ് മിയോസിസ് 2-ലും സംഭവിക്കുന്നത്. അപ്പൊ മിയോസിസ് 2 എന്തിന് ഈക്വൽ ആണ്? മൈറ്റോസിസിന് ഈക്വൽ ആണ്. എന്നാൽ മിയോസിസ് 1-ലുള്ള പ്രോഫേസ് ആണ്, ആ 5 സ്റ്റേജുകളാണ് ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം. അപ്പോൾ ഓരോ ഈ ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയാകൈനസിസ് എന്ന് പറയുന്ന 5 സ്റ്റേജുകളിലും എന്തൊക്കെയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേഗം ഒന്ന് നോക്കാം എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് ആണ് ലെപ്റ്റോട്ടിൻ സ്റ്റേജ്. ലെപ്റ്റോട്ടിൻ സ്റ്റേജിലാണ് ക്രോമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്യുകയും ക്രോമസോം ആകുകയും ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തേതാണ് സൈഗോട്ടിൻ സ്റ്റേജ്. സൈഗോട്ടിൻ സ്റ്റേജില് ക്രോമസോമുകൾ, ഇപ്പൊ ഇത് ഒന്നാമത്തെ ക്രോമസോം, ഇത് രണ്ടാമത്തെ ക്രോമസോം. സോ ഒന്നാം ക്രോമസോം ഇത് ഒന്നാമത്തെ ക്രോമസോം, ഇത് അതുപോലെയുള്ള ഒരു ഒന്നാമത്തെ ക്രോമസോം. നമുക്കറിയാം 23 ക്രോമസോം അച്ഛനിൽ നിന്നും 23 ക്രോമസോം അമ്മയിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പൊ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒന്നാം ക്രോമസോമും അമ്മയിൽ നിന്ന് കിട്ടിയ ഒന്നാം ക്രോമസോംസും കാണാൻ ഒരുപോലെയാണ്.
ഈ ക്രോമസോമുകളെയാണ് ഹോമലോഗസ് ക്രോമസോംസ് എന്ന് വിളിക്കുന്നത്. ഈ ക്രോമസോംസ് പരസ്പരം പെയർ ചെയ്യും. അങ്ങനെ പെയർ ചെയ്യുന്നതിനെയാണ് സിനാപ്സിസ് എന്ന് വിളിക്കുന്നത്. അതാണ് സൈഗോട്ടിൻ സ്റ്റേജിൽ നടക്കുന്നത്. അപ്പൊ സൈഗോട്ടീൻ എന്ന് കേട്ടാൽ തന്നെ സിനാപ്സിസ് ഒന്ന് ഓർമ്മ വരണം. സൈഗോട്ടീൻ, സിനാപ്സിസ്, സൈഗോട്ടീൻ, സിനാപ്സിസ്, മറക്കരുത്. ഓക്കെ, സിനാപ്സിസ് എന്താ? പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോംസ്. കാണാൻ ഒരുപോലുള്ള ക്രോമസോംസ്, അച്ഛനിൽ നിന്നുള്ളതും അമ്മയിൽ നിന്നുള്ള ഒരുപോലുള്ള ക്രോമസോംസ് പരസ്പരം പെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിനാപ്സിസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അവർ ഫോം ചെയ്യുന്ന ആ പെയർ ചെയ്ത് ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ബൈവാലന്റ് എന്ന് വിളിക്കും. അപ്പോൾ ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡ് എന്ന് വിളിക്കും. ഈ ബൈവാലന്റ് ടെട്രാഡ് ഫോം ചെയ്യുന്നത് ഈ സിനാപ്സിസിലൂടെയാണ്. അത് നടക്കുന്നത് സൈഗോട്ടിൻ സ്റ്റേജിലാണ്. അടുത്തതാണ് പാക്കറ്റിൻ സ്റ്റേജ്. പാക്കറ്റിൻ സ്റ്റേജിൽ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർ പെയർഡായി എന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ പെയറായി കഴിഞ്ഞാൽ ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ഇവർ രണ്ടും ഒരാളുടെ തന്നെ ക്രൊമാറ്റിഡുകളാണ്. ഇവരെ നമ്മൾ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്ന് വിളിക്കും. ഇതും സിസ്റ്റർ ഇത് രണ്ടും ഒരാളുടെ ആയതുകൊണ്ട് അതും സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ്. എന്നാൽ ഇതും നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ്. ഇത്തരത്തിലുള്ള നോൺ സിസ്റ്റർ ഹോമലോഗസ് ക്രോമസോംസ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കുന്നത്. ഈ ക്രോസിംഗ് ഓവർ വഴിയാണ് നമ്മളെല്ലാം വ്യത്യസ്തരായി മാറുന്നത്. അപ്പൊ ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാക്കറ്റിൻ സ്റ്റേജിലാണ്. മറക്കരുത്, പാക്കറ്റിൻ സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാക്കറ്റിൻ സ്റ്റേജിലാണ്. അടുത്തത് ഡിപ്ലോട്ടിൻ സ്റ്റേജ്. ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവർ ഈ ക്രോസിംഗ് ഓവർ നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യും. ആദ്യം ജോയിൻ ചെയ്തിട്ടാണ് ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ആ ജോയിൻ ഇങ്ങനെ വിട്ട് വരും. ആ ജോയിൻ ചെയ്തിരിക്കുന്നത് വിട്ട് വരുന്നതിനാണ് ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്, അതായത് അവർ ജോയിൻ ചെയ്തിരിക്കുന്ന കോംപ്ലക്സ് വിട്ട് വരുന്നതിനാണ് ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഓർ കയാസ്മാറ്റ എന്ന് പറയും. അപ്പൊ ഇത് വിട്ട് വരുന്നത് ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത് ഇവിടെ ഡിപ്ലോട്ടിൻ ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത് ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ വെച്ചിട്ടാണ്. അവസാനം അത് ക്രോമസോംസ് വിട്ടുപോകും, രണ്ടായിട്ട് മാറും. അതിനെയാണ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ. അത് നടക്കുന്നത് ഡയാകൈനസിസിലാണ്. അപ്പൊ ഡയാകൈനസിസിലാണ് ഈ കയാസ്മാറ്റ ഇവർ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ സ്ട്രക്ചർ അതെന്ത് ചെയ്യുന്നത്? വിട്ടുപോകുന്നത്. കയാസ്മാറ്റ എന്ന് വെച്ചാൽ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ. ഇവിടെ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ കണ്ടോ? എക്സ് പോലെ ഇരിക്കുന്നത്. ആ എക്സ് ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ കയാസ്മാറ്റ എന്ന് വിളിക്കുന്നത്. അതിങ്ങനെ വിട്ട് അത് ടെർമിനലൈസേഷൻ, അത് വിട്ടിങ്ങനെ പോകുന്നതിനെയാണ് ഡയാകൈനസിൽ നടക്കുന്ന ടെർമിനലൈസേഷൻ നമ്മൾ വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡയാകൈനസിസ് എന്ന് പറയുന്നതിനകത്ത് നടക്കുന്ന ടെർമിനലൈസേഷൻ പ്രോസസ്സ്. ഇതാണ് ഈ 5 സ്റ്റേജുകളാണ് മിയോസിസ് 1-ലുള്ള പ്രോഫേസ് 1-നെ മറ്റ് പ്രോഫേസുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പൊ എന്താണ് മിയോസിസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? മിയോസിസ് 2 സ്റ്റേജിലൂടെയാണ് നടക്കുന്നത്, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഫസ്റ്റ് പാരന്റ് സെല്ലില് 46 ക്രോമസോംസ് ഉണ്ട് എങ്കിൽ ഫസ്റ്റ് മിയോസിസ് ഡിവിഷൻ നടക്കുമ്പോൾ തന്നെ അത് 2 ഹാപ്ലോയിഡ് ക്രോമസോംസ് ആയിട്ട് മാറും, ഹാപ്ലോയിഡ് സെല്ലുകളായിട്ട് മാറും. അതായത് ഇവിടെ 23 ഇവിടെ 23 മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ മിയോസിസ് 2 കഴിഞ്ഞാൽ അത് മൈറ്റോസിസ് പോലെ ആയതുകൊണ്ട് ആ എന്നിൽ നിന്നും N തന്നെ ഉണ്ടാകും. അപ്പോൾ അവസാനം ഉണ്ടാകുന്ന എല്ലാ 4 സെല്ലുകൾ ഉണ്ടാകുമെങ്കിലും ആ 4 സെല്ലിലും ഹാപ്ലോയിഡ് ക്രോമസോംസേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു വലിയ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഗമേറ്റുകളുടെ ക്രോമസോം നമ്പർ പാരന്റിലെ പകുതിയെ പാടുള്ളൂ. കാരണം ഈ പകുതിയും അമ്മയിൽ നിന്നുള്ള പകുതിയും ചേർന്നാലേ ഒരു പുതിയ കുഞ്ഞുണ്ടാകത്തുള്ളൂ. അപ്പോൾ 23 ചേർന്നാലേ 46 ക്രോമസോം ഉള്ള ഒരു കുഞ്ഞായി മാറത്തുള്ളൂ. സോ അത് മിയോസിസ് എന്ന പ്രോസസ്സ് വഴി മാത്രമേ ഈ ക്രോമസോം നമ്പർ പകുതിയാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂ. അതുകൊണ്ടാണ് മിയോസിസിനെ നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് റിഡക്ഷൻ ഡിവിഷൻ. മറക്കരുത്, മിയോസിസിനെ റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കാൻ കാരണം ക്രോമസോം നമ്പർ പകുതിയാക്കി മാറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത്രയുമാണ് നിങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചു വെക്കേണ്ടത്. ഉറപ്പാണ് നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കൂ. കൃത്യമായി പഠിച്ചു വെക്കൂ, ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം.